മോളെ സൂക്ഷിച്ചു വേണേ. ഇതിപ്പോ 12ാമത്തോടാ ഈ മാസം മാറുന്നത്. തടഞ്ഞു വെച്ച പെൻഷൻ കാശൊന്നും കിട്ടട്ടെ, നമുക്ക് ഈ മുൻഭാഗം വാർത്തകളെ. വേണ്ട അച്ഛാ, പുരാന സ്റ്റൈലിൽ അച്ഛാ ഹൈ. ഓൾഡ് ഈസ് ഗോൾഡ് कहते हैं ना. वो तो ठीक बात है. നല്ല കാലം വന്നല്ലോ മേനോൻ സാറേ. എന്താ നല്ല ഒന്നാം തരം തറവാട്ടുകാരൻ, മര്യാദക്കാരൻ, പണക്കാരൻ, പ്രേതത്തിനെന്നല്ല ദൈവത്തെ തന്നെ വീടില്ലാത്തൊരു സൈസ്. അങ്ങനത്തെ ഒരു വാടകക്കാരനെ കിട്ടാൻ ഏത് അവസരം ഒന്ന് കൊതിക്കും ഇല്ലേ? കൊതിക്കൂലേ? അത് ശരിയാ. ഇന്ന് ഇപ്പൊ അങ്ങനെ കൊതിക്കണ്ട, ആളെത്തിക്കഴിഞ്ഞു. അതാ നോക്കിയാട്ടെ. കോൺട്രാക്ടറാ. നമ്മള് പഞ്ചായത്തിന്റെ ഹാൾ സ്റ്റേജൊക്കെ ഉണ്ടാക്കുന്നില്ലേ, നമ്മൾ ജംഗ്ഷന്റെ പടിഞ്ഞാറ് ഭാഗത്തെ ഈ മൂപ്പർക്കാണ് അതിന്റെ കരാറ്. ആ പണി ചെയ്താൻ എന്തായാലും കുറച്ച് സമയം എടുക്കും. വിവരം അറിഞ്ഞ ഉടനെ ഞാൻ പോയി കൊത്തി ആള് വീണു. ഒന്ന് അഡ്വാൻസ് മേടിച്ചാട്ടെ. കുടുംബം വീണിട്ടില്ലേ? കുടുംബോ? ഇല്ലാത്ത കുടുംബാല എവിടുന്ന് കൊണ്ടുവരാനാ? മൂപ്പർ ബാച്ചിലറാ. ഓ, മെയിൻ്റനൻസ് ഒക്കെ ഉടമസ്ഥൻ ചെയ്യുമോ അതോ വാടകക്കാരൻ ചെയ്യണോ? ആര് ചെയ്താലും കണക്ക് വെച്ചാൽ മതിയല്ലോ മിസ്റ്റർ ഹരീന്ദ്രൻ. ഞാൻ ശേഖരൻ മേനോൻ, ഇൻകം ടാക്സിലായിരുന്നു. ഓ, മനസ്സിലായി. അങ്ങനെ സമ്പാദിച്ചാവും വസ്തുവകകളൊക്കെ. അങ്ങനെ സമ്പാദിച്ചൊന്നുമല്ല. അതെ, മാനാഭിമാനവും അന്തസ്സും മാന്യതയാണ് മേനോൻ സാറിന്റെ ആകെ സമ്പാദ്യം. പിന്നെ സ്ഫടികപാത്രം പോലെ കലർപ്പില്ലാത്ത 3 കുട്ടികൾ. കുട്ടികൾ ഒച്ചയും ഉണ്ടാക്കി വാടകക്കാരനെ സൂര്യം കിടത്താൻ പാടില്ല. ഒച്ചയും ഉണ്ടാക്കാൻ അവർ നഴ്സറി കുട്ടികളൊന്നല്ലേ? പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഞാൻ ആളുകളായിട്ട് അധികം മിംഗിളിയാറില്ല. എന്റെ അടുത്ത് മറ്റുള്ളവർ അങ്ങനെ ആയാൽ വളരെ നല്ലത്. എന്ന് വെച്ചാൽ സ്വന്തം കാര്യം ഉണ്ടാകാൻ അർത്ഥം. അങ്ങനത്തെ ഒരാളെ തന്നെ മേനോൻ സാർ അന്വേഷിക്കുന്നത്. എന്നാ പിന്നെ അഡ്വാൻസ് എത്ര പെട്ടെന്ന് കൊടുക്കുന്നല്ലോ ചെയ്തും. അല്ല, വാടക ചീട്ട് ഒപ്പിടാതെ എന്താണ് സാറ്, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? ഒരു പരസ്പര വിശ്വാസത്തിൽ പുറത്തു നിന്നല്ലാതെ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കും. അതല്ല ബ്രോക്കറെ, നമ്മുടെ ബ്രോക്കറല്ല, മാഷ് കുഞ്ഞാലിക്കുട്ടി മാഷ്. നിങ്ങൾ അഡ്വാൻസ് കണ്ടു കൊടുക്കും. ഇതാ എന്നും കൂടി നോക്കില്ല. ഇതാണ് വിശ്വാസം. നിങ്ങളെ താമസിയാതെ പെട്ടി കറിയൊക്കെ എടുത്ത് അത് കയറി. ആ കോൺട്രാക്ടർ ഭക്ഷണം വെച്ചിട്ടുണ്ടാവോ ആവോ? പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടാവും. സമയാസമയത്ത് കല്യാണം കഴിക്കാൻ ഇത്തരം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അത് അയാളല്ലേ തീരുമാനിക്കണ്ടേ? വലിയ വലിയ ആൾക്കാർ പലരും കല്യാണം കഴിക്കാറില്ല. അവർക്കതായിരിക്കും ഇഷ്ടം. ഇയാൾ അത്ര വലിയ ആളൊന്നും ആയിരിക്കില്ല. അത് നിനക്കെങ്ങനെ അറിയാം? എന്റെ ക്ലാസ്സിലൊരു കുട്ടിയുണ്ട്, പ്രീതി. അവളുടെ അച്ഛൻ കോൺട്രാക്ടറാ. എത്ര കാറാന്നറിയോ അവർക്ക്? അത് ശരി. കാറുകളുടെ എണ്ണം നോക്കിയാ ഒരാളുടെ വലിപ്പ ചെറുപ്പം തീരുമാനിക്കുന്നത്. എന്റെ നോട്ടത്തിൽ ഇയാൾ തികഞ്ഞൊരു മാന്യനാ, സത്യസന്ധൻ. അങ്ങനെയുള്ളവർക്ക് അധികം കാശൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന വരില്ല. പിന്നെ ഇയാളൊരു സാധാ PWD കോൺട്രാക്ടർ അല്ലേ മോളെ? വേറെ ബന്ധുക്കളൊന്നുമില്ലേക്ക്? പരിചയപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ. അപ്പോഴേക്ക് ചൂഷിച്ചെന്ന് ചോദിക്കാൻ പറ്റുമോ? അനിയനെ എണ്ണീറ്റ് എറണാകുളത്തുണ്ടെന്നാ കുഞ്ഞാലിക്കുട്ടി മാഷ് പറഞ്ഞത്. അവർക്ക് കുടുംബം ഉദ്യോഗമൊക്കെ ഉണ്ട്. തറവാട്ടിലിപ്പോ മൂത്ത സഹോദരി ഭർത്താവ് താമസം. അവരുമായിട്ട് മൂപ്പര് അത്ര സുഖത്തിലല്ല. പെരുമാറ്റം കണ്ടിട്ട് ആരുമായി അത്ര സുഖത്തിലാവാൻ വഴിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കണ്ടാൽ അറിഞ്ഞൂടെ അച്ഛാ? ആവശ്യമില്ലാത്തൊരു ഗൗരവം, എല്ലാം അറിയാന്ന ഭാവവും. അപ്പോഴേ അവിടെ ലൈറ്റ് കത്തുന്നില്ല. ലൈറ്റ് കറണ്ട് ഉണ്ടല്ലോ. അതിവിടെ എനിക്ക് ഒരുപാട് കണക്കാക്കി തീർക്കാനുള്ളതാ. അല്ല, ലൈൻ കണ്ടുവന്നാ ഇനിയിപ്പോ അവിടെ മെയിനോ മറ്റോ ഓഫാണോ? ഞാൻ പോയി നോക്കിട്ട് വരാം. അച്ഛൻ കഴിച്ചോളൂ, ഞാൻ പോയി നോക്കിട്ട് വരാം. കഴിഞ്ഞിട്ടോ? വരും. പോയതാന്ന് തോന്നുന്നു. ഈ ടോർച്ചും മേടിച്ചേ. ഇവിടെ പ്രേതശല്യമുണ്ടെന്നൊക്കെ ആ ബ്രോക്കർ വെറുതെ പറഞ്ഞാണല്ലേ? വെറുതെ ഒന്നുമില്ല, മാഷ് നേരിട്ട് കണ്ടു അത്രേ. അതുപോലെ നിഴലോ മറ്റോ കണ്ട് പേടിച്ചതാവും. പിന്നെ 20ാം നൂറ്റാണ്ടിലെ പ്രേതം. നൂറ്റാണ്ടിന്റെ കണക്ക് നോക്കിയിട്ടൊന്നുമല്ല പ്രേതം വരിക. ഇന്നൊരാത്മാവ് പ്രേതമായി മാറിയാൽ ആ പ്രേതം പ്രപഞ്ചം അവസാനിക്കുന്നവരെ ജീവിക്കും. ടോർച്ച് ഇങ്ങോട്ട്. വാസ്തവത്തില് മനസ്സിന് ധൈര്യമില്ലാത്തതൊക്കെ ഇങ്ങനെ തോന്നുന്നു. എങ്ങനെയൊക്കെ? എന്തെങ്കിലും കണ്ട ഉടനെ പ്രേതാണെന്നും പിശാചാണെന്നും ഒക്കെ. കുറച്ച് പേടിയുണ്ടല്ലേ? എനിക്കോ? പിന്നെന്തിനാ അത് തന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്? എന്താ മോളെ, ലൂസ് കണക്ഷൻ ആയിരുന്നോ? ഇല്ലച്ചാ, ഫ്യൂസ് പോയതാ. അത് ശരി. ഈ
इस आदमी को इसके बारे में कुछ भी नहीं मालूम। दुनिया में सारा लोग तुम्हारा जैसा है. चल चल खाना खा लो, टाइम हो ठीक गया. है, अभी जल्दी आए ना. हाँ जरूर अभी आऊं. കോൺട്രാക്ട് ഭക്ഷണം കഴിച്ചോ? കഴിച്ചിട്ടാണ്. ഭയങ്കര ഉഷ്ണമേ, മഴയുടെ ലക്ഷണമാണെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് കണക്ക് എഴുതാണ്ട്. ഗുഡ് നൈറ്റ്. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. തമ്മിൽ പിക്കും മെറ്റൽ കോഴി, തമ്മിൽ പിക്കും മെറ്റൽ കോഴി, തമ്മിൽ പിക്കും മെറ്റൽ കോഴി, തമ്മിൽ പിക്കും മെറ്റൽ കോഴി, മെറ്റൽ കോഴി, എന്താ തോമസിന്റെ പ്രശ്നം? അത് ഇതുവരെ എനിക്ക് മനസ്സിലായി. ഫസ്റ്റ് സ്റ്റെപ്പ് തീർന്നിട്ട് പേയ്മെന്റ് കിട്ടും. കോൺക്രീറ്റ് തീർന്നെങ്കിൽ ഒരു 8 ലോഡ് മെറ്റലെങ്കിലും വേണ്ടി വരും. 2 ദിവസമുള്ള സമരം തരും. തിരുവനന്തപുരത്ത് ആള് പോയിട്ടുണ്ട്. അതുവരെ സാധനം ക്ഷമിക്കും. പണിയൊന്നും പോകില്ല ഈശ്വര. എന്താ സാറേ ഈശ്വരയെ വിളിക്കുന്നത്? എനിക്ക് കുറച്ച് മെറ്റൽ കിട്ടില്ലെങ്കിൽ വർക്ക് നിന്ന് പോകും. ഞാൻ നിങ്ങളുടെ യൂണിയന് സ്ഥിരമായിട്ട് സംഭാവന നൽകുന്ന ഒരു അനുഭാവിയാണല്ലോ. നിങ്ങൾ മനസ്സ് വെച്ചാൽ എനിക്ക് കുറച്ച് മെറ്റൽ ഇറക്കും. സമരം വേറെ, സംഭാവന വേറെ. അണികളെ വഞ്ചിക്കുന്ന ഒരു പ്രവൃത്തി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, എന്നിട്ട് ചെയ്യൂല. അല്ല, അന്ന് കൊണ്ടുപോയ മുള കിട്ടിയില്ലല്ലോ. ആ മൈതാനത്ത് വെച്ച് നോക്കിയേ, പാർട്ടിയുടെ കൊടി ഇപ്പോഴും പാറി കളിക്കുന്ന ആ മുളകളിലല്ലേ? അഭിമാനിക്കാൻ എന്തെങ്കിലും കൂടുതൽ എന്താ വേണ്ട സാറേ? ഈ കോൺട്രാക്ടർ ഹരീന്ദ്രനാഥ് ഹരീന്ദ്രനാഥിന്റെ വീട് അല്ല, ഇത് ശേഖരമേനന്റെ വീടാ. ഈ വീടല്ല, ഒരു കോൺട്രാക്ടർ ഹരീന്ദ്രനാഥ് പുതുതായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നത്. ഓ, കോൺട്രാക്ടറുടെ വീടാണ് അതാ കാണുന്ന. പക്ഷെ പുള്ളി അതിരാവിലെ പുറത്തു പോയല്ലോ. അയ്യോ, ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ ഈ ഏരിയയിൽ പരിചയക്കാരുമില്ല. പണിക്കുമല്ല ആണെങ്കിൽ പഞ്ചായത്തിനെടുത്ത വെബ്സൈറ്റ് അവിടെ ചെന്ന കാണാം. പണിക്കൊന്നുമല്ല, ഞാൻ മൂപ്പരുടെ അനിയനാ. സ്വന്തം അനിയനോ? എന്ന് വെച്ചാ സ്വന്തം പോലെ. ഓ, ചേച്ചി, ദാ കോൺട്രാക്ടറുടെ സ്വന്തം പോലെ അനിയൻ. ഈ തമാശ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കോളേജിലേക്ക് പോകും. അല്ല, ഞാൻ ചുമ്മാ ഒരു കുശലം ചോദിച്ചല്ലേ ഉള്ളൂ. കുട്ടി എന്താ? മീനാക്ഷിക്കുട്ടി തന്നെ, എന്റെ അനിയത്തെ. അവളുടെ അതേ ഛായ. ഇവ കരിക്ക് കൊണ്ടുവരാൻ പോയാൻ ചത്തോ? നേരം എത്രയായി? വരാനുണ്ട് സാർ. ഇപ്പോഴാണ് ഭാരമില്ലാത്തതിന്റെ കുറവ് മനസ്സിലാക്കുന്നത്. താൻ ഒരു കൂൾ ഡ്രിങ്ക്സ് മഞ്ഞുണ്ടോ? വന്നിരിക്കുന്ന എഞ്ചിനീയറാ. മാഡം, സിവിൽ രജിസ്റ്റർ ഒക്കെ അപ് ടു ഡേറ്റ് ആണോ? അതെ മാഡം. ഇത് ഇന്നത്തേക്ക് വാർക്കാൻ കഴിയും? ശനിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച. എസ്റ്റിമേറ്റ് പെടാത്ത കുറച്ച് വർക്ക് കൂടെ ചെയ്തിട്ടുണ്ട് മാഡം. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അയച്ചിട്ടില്ലേ? ഓ മാഡം. അപ്രൂവലിന് ട്രിവാൻഡ്രത്ത് ചീഫ് ഓഫീസിൽ പോയി വരേണ്ടി വരും. അറിയാം. ഏതായാലും മിസ്റ്റർ ഹരീന്ദ്രൻ നാളെ ഓഫീസിലേക്ക് ഒന്ന് വരും. വെയില് കുറെ കൊള്ളുന്നുണ്ടല്ലേ? എന്തേ? കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ കരിവാളിച്ചിട്ടുണ്ട് മുഖം. നാടൻപഴല്ലേ? ആ, ഈ പറഞ്ഞിട്ടുണ്ടായതാ. നല്ല മധുരം. ഞാനങ്ങനെ സാധാരണ ഒരിടത്തൊന്നും കഴിക്കാത്ത. ഇവിടെ എന്തോ സ്വന്തം വീട് പോലെ ഒരു തോന്നൽ. ഉച്ചക്ക് തോണിന് പോലും ഉണ്ടായിരുന്നു ആ ഒരു ഗൃഹാതുരത്വം. ഗൃഹാതുരത്വം പറഞ്ഞ ഗൃഹാതുരത്വം കേട്ടിട്ടില്ലേ? ഞങ്ങൾ കവിതാവാസനയുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ആണത്. അപ്പൊ കവിത എഴുതുവോ? അങ്ങനെ ഞാൻ പറയാൻ പാടില്ല. ആത്മപ്രശംസയാണെന്ന് തോന്നുന്നു. കോടിക്കണക്കിന് രൂപ മിന്നി പറയുന്ന ബിസിനസ് കോൺട്രാക്ട് പണി. ഈ സിമന്റ്, കമ്പി, പണിക്കാര്, ഈ ബഹളത്തിന്റെ ഒക്കെ ഇടയില് ഒരല്പമെങ്കിലും ആശ്വാസം കിട്ടുക ഒരു കവിത എഴുതുമ്പോഴാണ്. കാര്യം ചേട്ടന്റെ കൂടെ തൊഴിൽ പഠിക്കാനാണ് നിൽക്കുന്നതെങ്കിലും ഒരു 10 മിനിറ്റ് ഏകാഗ്രത കിട്ടിയ അപ്പം മനസ്സിൽ കവിത തെളിയും. ഇവിടെ നിങ്ങളൊക്കെ സംഗീതത്തിലും നൃത്തത്തിലും ഒക്കെ താല്പര്യമുള്ളവരാണെന്ന് അറിഞ്ഞപ്പോ മനസ്സിൽ മഞ്ഞു വീണ പോലെ. മനസ്സിൽ മഞ്ഞു വീഴോ? കവിതയുടെ കാര്യം പറഞ്ഞ കവിത കവിത പാലക്കാട്ടൊരു കവി സമ്മേളനം. പേര് കേട്ട കവികളൊക്കെ ഉണ്ട്. യുവ കവികളുടെ കൂടെ എത്തിയപ്പോ ഞാൻ എന്റെ മാമലകൾക്കപ്പുറത്ത് ഈണത്തിൽ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞതും കുറുപ്പ് സാറ് വന്നതിനെ ഒരൊറ്റ കെട്ടിപ്പിടുത്തം. നമ്മുടെ ONV കുറുപ്പ് സാറേ. എന്നിട്ട് അദ്ദേഹം മൈക്കിലൂടെ ഒരു കാച്ച്. മലയാള കവിത മരിച്ചിട്ടില്ല, മരിക്കുകയില്ല. ഇതാ ആശയുടെ പുതുനാളം ബാലചന്ദ്രൻ ചുനിശ്ശേരി പറയുമ്പോ ഇപ്പോഴും കോരിത്തിരിക്കുക. കണ്ടോ കണ്ടോ കണ്ടോ, നോക്കിയോ? ഏതായാലും നമുക്കിനി ഇഷ്ടം പോലെ കവിത കേൾക്കാം. ചേട്ടനെന്ന് പതിവിലും നേരത്തെ പോയല്ലേ?
ഞാൻ കാലത്തെ വന്നതാ. ചേട്ടൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് വന്ന് കണ്ട് കാൽക്കൽ വീണ് മാപ്പ് പറയാനാ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാനൊരു 5 മിനിറ്റ് വൈകിപ്പോയി. അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് മണ്ടത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പല പുലിവാലുകളിലും ചെന്ന് ചാടിച്ചിട്ടുമുണ്ട്. എന്നോട് ക്ഷമിക്കണം ചേട്ടാ, ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. ഇറങ്ങടാ പട്ടി പുറത്ത് എന്ന അച്ഛൻ. ഹരി എന്റെ മോനെ പോലെയാണ്. അവന് വേണ്ടാത്ത നിന്നെ എനിക്കും വേണ്ട എന്ന് അമ്മ. എന്നെ വീട്ടിൽ കയറ്റുന്നില്ല ചേട്ടാ. ചേട്ടനും കൂടെ കൈ ഒഴിഞ്ഞാൽ ഒരു മുഴം കാരണം ഞാൻ ഈ ജന്മം അവസാനിപ്പിക്കൂ. ഇനി ഒരു അബദ്ധവും ഞാൻ ഒപ്പിക്കില്ല. ചേട്ടൻ എന്ത് പറയുന്നു അതാണ് ശരി. എന്നേക്കാൾ എത്രയോ അനുഭവജ്ഞാനമുള്ളയാളാണ് ചേട്ടൻ. പിന്നെ ചേട്ടൻ വരുന്നതും കാത്ത് കുറെ നേരം എനിക്ക് അവിടെ ആ ഹൗസ് ഓണറുടെ വീട്ടിലിരിക്കേണ്ടി വന്നല്ലോ. അവരെന്നോട് ചേട്ടനെ പറ്റി ഒരുപാട് ചോദിച്ചു. അല്ല, ചേട്ടൻ എങ്ങനെയുള്ള ആളാണ്, പുറമേ കാണുന്നത് പോലെ ശരിക്കും മാന്യം തന്നെയാണോ എന്നൊക്കെ. പ്രായപൂർത്തിയായ 2-3 പെൺകുട്ടികളുടെ വീടല്ലേ, അതുകൊണ്ട് മറ്റേ കാര്യം ഞാൻ പറഞ്ഞില്ല. മറ്റേ കാര്യം? ഏത് മറ്റേ കാര്യം? അത് മറ്റേ നമ്മുടെ നെന്മാറ പോലീസ് സ്റ്റേഷൻ, മറ്റേ പെണ്ണുകേസേ, ലോക്കപ്പ് 3 ദിവസം. അത് ഞാൻ പറഞ്ഞില്ല. അവരത് അറിയാൻ വേണ്ട. നീ ആ പുറത്തുള്ള മുറി ഉപയോഗിച്ചാൽ മതി. ഇവിടെ എന്താ പറയുക സാധനങ്ങളുണ്ട്. ഓ, എനിക്ക് ഈ വരാന്തയായാലും മതി. കിടത്തക്ക തൈ തത്തൈ കിടത്തക്ക താട്ടി താങ്കൈ തത്തൈ താട്ടി താങ്കൈ തത്തൈ താട്ടി താങ്കൈ തത്തൈ താട്ടി താങ്കൈ തത്തൈ കിടത്തക്ക താട്ടി താം കിടത്തക്ക തൈ തത്തൈ കിടത്തക്ക താട്ടി താങ്കൈ തത്തൈ താട്ടി താങ്കൈ തത്തൈ താട്ടി താം. നിർത്തണ്ട ചേച്ചി, ഒരു സെക്കൻഡ്. വെളിച്ചെണ്ണ ഉണ്ടാവും കുറച്ചെടുക്കാൻ. പപ്പടം കാച്ച നോക്കിയപ്പോഴാണ് കണ്ടത്. ഒരു തുള്ളി പോലും ഇല്ല. ചേട്ടനും നോക്കിയില്ല, ഞാനും നോക്കിയില്ല. ഇനിയിപ്പോ കടയിൽ പോയി മേടിക്കാന്ന് വെച്ചാ ചോറ് അടുപ്പത്താ. കുറച്ച് കഴിഞ്ഞ് തിരിച്ചു തരാം. ഇത്ര വെളിച്ചെണ്ണ ചോദിക്കാൻ ഇത്ര വലിയ വിശദീകരണം വേണോ? ബുദ്ധിമുട്ടായി അല്ലേ? ആ, കുറച്ച്. നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട് ടീച്ചർക്ക്. അടുക്കളപ്പണി നമുക്കല്ലേ? അതെ. അയ്യോ അല്ലല്ല, ഒരു ദിവസം ചേട്ടൻ വെച്ചാ ഒരു ദിവസം ഞാൻ വെക്കും, പിന്നെ ചേട്ടൻ വെച്ചാ പിന്നെ ഒരു ദിവസം ഞാൻ വെക്കും. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റാ. ഒരു കോൺട്രാക്ടർ ആയാൽ എല്ലാം അറിഞ്ഞിരിക്കണമെന്നാ എന്റെ അച്ഛൻ ചേട്ടനെ പഠിപ്പിച്ചത്. അതിപ്പോ ചേട്ടൻ എന്നെ പഠിപ്പിക്കുക. പഠിച്ചു വരുന്നു. ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? ഞായറാഴ്ച വിടറോ ക്ലാസ്? ഓ, ഞാനതങ്ങ് മറന്നുപോയി. സത്യം പറയാലോ, ഒരു കോൺട്രാക്ടർ ലൈഫ് ഉണ്ടല്ലോ അമ്മാവാ, ടെറിബിൾ. പണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഡേറ്റും വീക്കും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഓർഡർ. കണ്ടപ്പോഴേ മനസ്സിലായി. ബാലുവിന്റെ ചേട്ടന് ഉറക്കൊന്നുമില്ലേ? രാത്രി ഒരുപാട് നേരം ലൈറ്റ് കണ്ടുല്ലോ. ചേട്ടൻ നേരത്തെ ഉറങ്ങി, ഞാൻ പണിപ്പുരയിലായിരുന്നു. ഓ, നൈറ്റ് വർക്ക് ഉണ്ടോ? ഈ കമ്പി മുറിക്കലും സിമന്റ് മിക്സ് ചെയ്യലും ഒക്കെ? അയ്യ, ആ വർക്കല്ല, സർഗസൃഷ്ടി. മനസ്സിലൊരു കവിതയുടെ തീപ്പൊരി വീണിട്ട് കുറച്ചു ദിവസമായി. അതൊന്ന് ആണി കത്തിക്കാൻ തുടങ്ങിയായിരുന്നു. എന്നിട്ട് കത്തിയോ? ഒരുവിധം. കാലത്ത് എണീറ്റ് വായിച്ചു നോക്കിയപ്പോ എഴുതിയ ഞാൻ പോലും കോരിത്തരിച്ചു പോയി. തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം, അയ്യോ അരി എന്ത് ചെയ്യുന്നു കാണും. കവിത എഴുതാറുണ്ടെന്ന് പറഞ്ഞത് പാരയായാലും ഭഗവാനെ, ഒരു 1-2 പഠിച്ചു വെച്ചില്ലെങ്കിൽ കള്ളി വെളിച്ചത്താവും. കരാള ഹൃത്തിലൊരഭിശപ്ത സ്വപ്നവും അതിലൊരു അന്ത്യവിഹ്വലതകളും. തുടക്കത്തിൽ തന്നെ അന്ത്യവിഹ്വലതകൾ വേണ്ട. ചൈത്രനിലാവിന്റെ പൊൻപീലിയാൽ. അങ്ങനെ വഴിക്ക് വരട്ടെ. ആ, കുളി ഇന്ന് പുറത്താക്കിയോ? ആ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് സൈറ്റിൽ വർക്കില്ല. ബാലുവ പറഞ്ഞ ഇവിടെ അടുത്തൊരു കുളമുണ്ടെന്ന്. ആ, നാട്ടുമുറാകുമ്പോ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നീന്തി കുളിച്ചാൽ കിട്ടുന്ന സുഖമൊന്നും വേറെ തന്നെയാ. കൃഷിപ്പണിയുണ്ടോ? ആ, അല്പസ്വല്പം. മനസ്സിന് ശരീരത്തിന് നല്ലതാ. മേലുദ്യോഗസ്ഥന്മാരുടെ ചീത്ത കേൾക്കണ്ട, ശത്രുക്കളുടെ അസൂയാലുക്കളുടെ മോഹം കാണണ്ട. ഞാനും കൃഷി കുറിച്ച് പരീക്ഷിച്ചിരുന്നു പണ്ട് കുറച്ചു കാലം. ഞങ്ങൾ നാട്ടിൽ പക്ഷെ പണിക്കാളെ കിട്ടൂല. അതങ്ങനെ എല്ലാവർക്കും വൈറ്റ് കോളർ ജോലി മതിയല്ലോ. ഇവിടെ ചില്ലറ പണിയൊക്കെ ഞാൻ തന്നെ ചെയ്യും. ചിലപ്പോ മക്കളും കൂടും. ഇന്ന് കുറച്ച് വളം ഇടുന്നുണ്ട്, ഞാൻ ചെല്ലട്ടെ. ആത്മാനുരാഗത്തിരശീല. ഒരു കവിതയാണ് ചേട്ടാ, ഒരു വീക്കിലും കിട്ടിയതാ. അപ്പൊ ഒരു രസത്തിന്. കവിത വായിക്കുന്നത് ഇങ്ങനെയാണോ? അതിനൊരു താളവും ഒരു ഈണമൊക്കെ ഉണ്ടേ.
നിനക്കറിയോ കോളേജ് പഠിക്കുമ്പോൾ ലൈറ്റ് മ്യൂസിക്കിന് ഞാനായിരുന്നു എന്നും ഫസ്റ്റ്. സത്യം? എന്നിട്ട് ചേട്ടൻ ഇപ്പൊ ഒരു മൂളിപ്പാട്ട് പോലും പാടാറില്ലല്ലോ. ജീവിക്കാനുള്ള ഓട്ടോ അല്ലേ, അതിനിടയിൽ എവിടെ പാട്ട്? പറഞ്ഞാ ചേട്ടന് വിഷമം തോന്നരുത്. ഞാൻ വിചാരിച്ചത് ചേട്ടൻ വെറും ഒരു അരസികനാണെന്നാണ്. ഈ സിമന്റും കമ്പിയും ബില്ലുകളും അതൊക്കെ നിവൃത്തികേടുകളുണ്ടല്ലേ മോനെ. എനിക്കുണ്ട് എല്ലാവർക്കും ഉള്ളതുപോലൊരു മനസ്സ്.